നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് LSG. ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വമ്പൻ തിരിച്ചടിയേറ്റുകൊണ്ട് ചെന്നൈ LSGയുമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ഇത് LSGയോട് പരാജയപ്പെട്ടോ അതോ മിച്ചൽ മാർഷിനോട് പരാജയപ്പെട്ടോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു പിച്ചിൽ ഒരു 187 എന്ന് പറയുന്ന ഒരു എബോ പാർ സ്കോർ ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കോർ എബോ പാറും അല്ല ബിലോ പാർ സ്കോറാക്കി മാറ്റി ശരിക്കും പവർ പ്ലേയിൽ തന്നെ മിച്ചൽ മാർഷ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ചെന്നൈയുടെ ബോളിങ്, ചെന്നൈയുടെ പ്ലേയിങ് എലവൻ്റ് സെലക്ഷൻ, അതുപോലെ തന്നെ ചെന്നൈയുടെ ബാറ്റിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പല ഈ ടോപ്പ് ഓർഡറിൻ്റെ സ്ലോനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അരുൺ ബ്രോ, വെൽക്കം ടു ദ ഷോ. എന്താണ് ചെന്നൈയുടെ പ്രതീക്ഷ? മങ്ങിയല്ലോ. ചെന്നൈയുടെ പ്രതീക്ഷയ്ക്ക് വളരെ വലിയൊരു മങ്ങലേറ്റിരിക്കുകയാണ് ഇന്നത്തെ കളി കൊണ്ട്. എനിക്ക് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഫ് യു കുഡ് ഹാവ് ലൈക്ഡ് ഓർ സബ്സ്ക്രൈബ്ഡ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ അസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെന്നൈ എന്ന് പറയുന്ന ഒരു ടീം ഒരു ടാക്ടിക്കലി എന്തുമാത്രം വീക്കാണെന്ന് കാണിച്ചു തരുന്ന മറ്റൊരു എക്സാമ്പിളായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈവൻ ഞാൻ തകിതം വിചാരിച്ചു, ഓക്കെ ദേ പോസ്റ്റഡ് സം ഗുഡ് ടോട്ടൽ എന്നുള്ള രീതിയിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ലൈക്ക് ഒരു 30-40 റൺസെങ്കിലും അവർ ഷോർട്ടായി പോയി എന്നുള്ളതാണ് അതിനുശേഷം എനിക്ക് തോന്നിയത്. ബാറ്റിങ്ങിൽ മാത്രമല്ല, എറിഞ്ഞ ലെങ്തിലും അവർ ഷോർട്ടായി പോയി എന്നാണ് സത്യം. മിച്ചൽ മാർഷിനൊക്കെ എൻ്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഓവറോൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഓവറിൻ്റെ ആ ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് കളി മൊത്തത്തിൽ തിരിഞ്ഞു മറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 3 ഓവേഴ്സ് ചെന്നൈ കുഴപ്പമില്ലാതെ എറിഞ്ഞു. നമ്മുടെ സ്പെൻസർ ജോൺസൺ അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് 2 ഓവർ എറിഞ്ഞു. 5 റൺസും 8 റൺസും മാത്രമേ വിട്ടു കൊടുത്തുള്ളൂ പവർ പ്ലേയിൽ. സോ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ എറിഞ്ഞു വന്ന ചെന്നൈ ആ അൻഷുൽ കമ്പോജിൻ്റെ ഓവർ, മുകേഷ് ചൗധരി ഒരു 15 റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളത് ശരിയാണ് ഫസ്റ്റ് ഓവറിൽ. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ചേഞ്ച് ചെയ്തു അൻഷുൽ കമ്പോജിനെ, അത്ര പേസ് ഇല്ലാത്ത അൻഷുൽ കമ്പോജിനെ മിച്ചൽ മാർഷിന് മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത് എന്തിനാന്ന് മനസ്സിലായില്ല. എന്തായാലും ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ബോൾ അടിയുണ്ട്, ഷോർട്ട് ബോൾ എറിഞ്ഞു. സെക്കൻഡ് ബോൾ അടിയുണ്ട്, ഷോർട്ട് ബോൾ എറിഞ്ഞു. വീണ്ടും ഷോർട്ട് ബോൾ എറിഞ്ഞ അടിയുണ്ട്. 4ാമത് ഷോർട്ട് ബോൾ എറിഞ്ഞ അടി കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. ഈ ലെവലിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഓഫ് ഡേ എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ലെങ്ത് മാറ്റിയിട്ട് അടി കിട്ടിയാലും എനിക്ക് ഒരു പരാതി ഇല്ല. ഇതിനകത്തുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാ മറ്റുള്ളവരൊരു സ്ട്രെങ്ത് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ വേണം. അവിടെ ഷമി അല്ലെന്നുണ്ടെങ്കിൽ പ്രിൻസ് യാദവ് അല്ലെ മയങ്ക് യാദവ് എന്നുള്ള ഒരു ബോളേഴ്സ് ഇവിടെ ബാറ്റ്സ്മാൻമാരെ സ്ട്രഗിൾ ചെയ്യിച്ചു ഷോർട്ട് ബോൾ കൊണ്ട്. അത് നമ്മൾ ഷോർട്ട് ബോൾ വീക്ക്നെസ് ഓരോരുത്തരുടെയും എണ്ണമിട്ട് പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഋതുരാജിനും സാംസണും പ്രശാന്ത് വീറിനും കാർത്തിക് ശർമ്മയ്ക്കും ബ്രിവിസിനും ഡൂബയ്ക്കും ഷോർട്ട് ബോൾസ് വീക്ക്നെസ് ആണ്. അത് പറ്റത്തില്ല അവരെ കൊണ്ട്, മനസ്സിലായി. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് മാർക്കറത്തിൻ്റെ അടുത്തൊക്കെ, മാർക്കറം നമ്മൾ കഴിഞ്ഞൊരു പ്രിവ്യൂലും പറഞ്ഞാണ്, മാർക്കറം എന്നൊക്കെ പറയുന്നത് ഓസ്ട്രേലിയ കളിച്ച് പഠിച്ച മാഷൊക്കെ ഓസ്ട്രേലിയ കളിച്ച് വളർന്നവരാണ്. അവർക്ക് ഈ ഷോർട്ട് ബോൾ എന്ന് പറഞ്ഞാൽ ലഡ്ഡു തിന്നുന്ന രീതിയിൽ കഴിക്കത്തുള്ളൂ, മനസ്സിലായി. അതായത് മാഷ് എന്ന് പറഞ്ഞൊരു പ്ലെയറിന് 90 റൺ അടിച്ചതിനകത്തിൽ ലോങ് ഓഫ് ഏരിയയിലേക്ക് ആകെ 4 റൺ, ഒരു ബൗണ്ടറി അടിച്ചിരിക്കുന്നത്. ഒരൊറ്റ ബൗണ്ടറിയാണ് ലോങ് ഓഫ് ഏരിയയിലായിട്ട് അടിച്ചിരിക്കുന്നത്. അതും ഡീപ്പ് മിഡ് വിക്കറ്റിലോട്ട് പോലും അല്ല സ്കോർ ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ ഡീപ്പ് പോയിന്റ് എന്നുള്ള രീതിയിൽ. അത് പിന്നെയും എന്തിനാണ് പുള്ളിക്ക് ഷോർട്ട് ബോൾ എറിഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കൊരു മനസ്സിലായതില്ല. ഇതിനകത്തുള്ളൊരു പ്രധാന ഒരു കാര്യം എനിക്ക് ഇന്നത്തെ കളി കൊണ്ട് തോന്നിയത്, പ്ലാൻ ബി എന്നൊരു സാധനം ചെന്നൈയുടെ കയ്യിലില്ല. പ്ലാൻ ബി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളും ചെന്നൈയുടെ കയ്യിലില്ല, മനസ്സിലായി. ഇത് ചെന്നൈയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയമാണ്, ഒരു തോറ്റ ക്യാപ്റ്റനാണ്. ഇന്നേ വരെ നത്തിങ് എഗൻസ്റ്റ് എ പ്ലെയർ, നത്തിങ് എഗൻസ്റ്റ് എ ടീം. പക്ഷേ ഋതുരാജ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഒരു ഫെയിലുവറാണ്. ഇന്നേ വരെ പുള്ളി ഒരു ക്യാപ്റ്റൻസി ചെയ്തൊരു ടീമിനെ ഒരു ബെറ്റർമെൻറ്റിലേക്ക് എത്തിച്ചതായിട്ട് IPL ലെവലിൽ കണ്ടിട്ടില്ല. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഒരു നിങ്ങളുടെ ബോളർ എക്സ്പെൻസീവ് ആവണമെന്നിരിക്കട്ടെ, അപ്പോൾ ഒന്ന് വന്ന് കണ്ട് സംസാരിച്ച് എന്താ നടക്കുന്നത്, ഇന്നൊരു കാര്യം ചെയ്തുകൂടെ നിനക്ക്, ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബോളറിൻ്റെ അടുത്ത് എടാ ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത് നടക്കുമോ, അല്ലെ ഇന്നൊന്ന് മാറ്റി എറിയാൻ മറിയാം, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ ഒരു പ്ലെയർ ഇല്ല. കാരണം ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സാണ് അവിടെ. പിന്നുള്ള സാംസണാണ്.
സാംസണും തന്നെയും പിന്നെയും എപ്പോഴും സാംസൺ ഇപ്പോൾ അത് ചെയ്യുന്നുമില്ല. പക്ഷേ സാംസൺ രാജസ്ഥാനിൽ ചെയ്തിരുന്നു, ഇവിടെ വന്നിട്ട് അത് ചെയ്യുന്നത് കാണുന്നുമില്ല. പക്ഷേ എപ്പോഴും കീപ്പർ ഓടി വന്ന് ഒരു ബോളിനെടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ഇറിറ്റേഷൻ ടു ബി ഓണസ്റ്റ്. നടക്കുന്ന പക്ഷേ കേസാണ്. മിഡോണിലോ മീൻസ് മിഡ് ഓഫിലോ അത് ഡീപ്പിലോ നിൽക്കുന്ന ആരെങ്കിലും ഇത് കൺവേ ചെയ്യണം. അപ്പുറത്താണെങ്കിൽ തന്നെ പ്രിൻസ് യാദവ് വടി മേടിച്ചു, ഉടനെ വന്ന് സംസാരിക്കാൻ ഷമിയുണ്ട്, അല്ലെ മാർക്കറുണ്ട്, മാഷുണ്ട്. മനസ്സിലായി, ആ ഗ്രൗണ്ടിലെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. ഒന്ന് ഹോൾഡ് ചെയ്യും, ഇച്ചിരി ഒന്ന് ഈ ബ്രെത്ത് എടുക്ക്, ഇന്ന കാര്യം നോക്ക്, ഇന്ന കാര്യം നോക്ക് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാനൊരു ആളുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ എനിക്കിവിടെ കാണുന്നില്ല. അത് വലിയൊരു ഓക്കെ. പരാജയമാണ്. നമ്മൾ ഈ അടിക്കുന്നു, എനിക്ക് തോന്നുന്നു ഈ എറിയുന്നു, സിക്സ് പോകുന്നു, ക്യാപ്റ്റൻസിന്റെ, 4 പോകുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്ന് വേണം നമ്മൾ ആദ്യമേ ചിന്തിക്കാൻ. അല്ല അവിടെ ഒരു പോയിന്റ് എനിക്ക് അവിടെയുള്ളത്, ക്യാപ്റ്റൻസിന്റെ കാര്യം നമ്മൾ ഋതുരാജ് ഗെയ്ക്വാഡ്, റയാൻ പരാഗ്, അങ്ങനെയുള്ള ഒരുപാട് ഈ മേഡപ്പ് ക്യാപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ക്യാപ്റ്റൻസ് എന്ന് പറയുന്നത്, ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രിവ്യൂവിന്റെ സമയത്തൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ധോണി ഈ ഒരു ക്യാപ്റ്റൻസി ഒഴിയുന്ന സമയത്ത് ഈ ഋതുരാജ് ഗെയ്ക്വാഡിലേക്ക് ഈ ക്യാപ്റ്റൻസി കൊണ്ടുവന്നിട്ട് ധോണി അവിടെ ടീമിൽ തുടർന്നുകൊണ്ട് ക്യാപ്റ്റൻസി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരം തീരുമാനമാണ്. ഒരു ടാലൻ്റ് ഉള്ള ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലിനെ അവർ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ബെസ്റ്റ് ബാറ്റ്സ്മാനെ പിടിച്ചിട്ട്, അവർക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്തൊരു ബാറ്റ്സ്മാനെ പിടിപ്പിച്ചിട്ട് അവർ ഫോഴ്സ് ചെയ്ത് ക്യാപ്റ്റൻ ആക്കുകയോ ചെയ്തു. ഇപ്പോൾ ഏതൊരു ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു IPL ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് തീർച്ചയായിട്ടും ഫീൽഡ് ഇടാൻ അറിയായിരിക്കും, അത്യാവശ്യം ഫീൽഡ് ഇടാൻ അറിയായിരിക്കും, കാര്യങ്ങൾ ബേസിക് ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഈ പ്ലേയേഴ്സിന് എല്ലാം അറിയാം, 11 പേർക്കും അറിയാം. അപ്പോൾ അവരെ കൊണ്ട് ക്യാപ്റ്റൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫീൽഡ് ഇടാനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനോ ഒക്കെ പറ്റും. പക്ഷേ ഒരു നല്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു ടീം ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെ ടീമിനെ, ഇപ്പോൾ ധോണി എന്തുകൊണ്ടാണ് നല്ല ക്യാപ്റ്റൻ ആവുന്ന വെച്ചാൽ, വളരെ മോശം സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളിയെ ഒരു ടാക്ടിക്കൽ ചേഞ്ച് കൊണ്ട്, ഒരു ബ്രില്യൻസ് കൊണ്ട് പുള്ളി നേരെ തലകീഴായിട്ട് മറിക്കുന്ന ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ടെമ്പറമെൻ്റ് ഉള്ള ആളാണ് ധോണി എന്ന് പറയുന്നത്. അതുപോലെ മികച്ച ക്യാപ്റ്റന്മാരല്ല. സോ അങ്ങനെ ഒരു ടെമ്പറമെൻറ്റ് ഋതുരാജ് ഗെയ്ക്വാഡിനെ ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓവർ എറിഞ്ഞപ്പോൾ അതിനകത്ത് 3 ബൗണ്ടറി പോയത് ലെഗ് സൈഡിലേക്ക് പോയ അതേ സെയിം ഏരിയയിലേക്ക്, ഫൈൻ ലെഗിലേക്കാണ് 3 ബൗണ്ടറി പോയത്. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മോശം ബോളിംഗ് അല്ല അത്. പിന്നെ അൻഷുൽ കമ്പോജ് വന്നിട്ട് എറിയുമ്പോഴും ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരു 1-2 ഷോർട്ട് ബോൾ എറിയുമ്പോൾ അത് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട്, മാറ്റാനായിട്ട് ഇവർക്ക് പറ്റിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് കളി കൈവിട്ട് പോയി അവിടുന്ന്. ആ ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നേരം നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്ന സ്പെൻസർ ജോൺസിനെ അടുത്ത ഓവറിൽ 19 റൺസ് അടിക്കുകയാണ്. മൊമെന്റം മറ്റവരുടെ കയ്യിലേക്ക് കിട്ടി, മിച്ചൽ മാർഷിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ച നമ്മൾ മാച്ച് എടുത്തുകൊണ്ട് പോകുന്നൊരിതാണ്. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് പിന്നീട് ഒരു മാച്ച് തിരിച്ചു പിടിക്കാനുള്ളൊരു ഡിസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷനോ ചെന്നൈയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ചെന്നൈയിൽ അവിടെ തന്നെ ആ ഒരു ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ കളി തോറ്റു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പം ചെന്നൈയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. ചെന്നൈയുടെ ബാറ്റിംഗ് കമ്പാരിറ്റീവ്ലി ഇന്ന് ഭയങ്കര വീക്കായിരുന്നു. അതായത് സഞ്ജു സാംസൺ ആണെങ്കിൽ തന്നെ, അതിനു മുമ്പ് നമുക്ക് പ്ലേയിങ് ഇലവൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോയാലോ? പിന്നെന്താ, പ്ലേയിങ് ഇലവൻ എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നൈയുടെ ഇന്ന്? എന്തുകൊണ്ട് അഖിൽ ഹുസൈൻ കളിച്ചില്ല എന്ന് എനിക്ക് വീണ്ടും. ഇത് വിന്നിങ് കോമ്പിനേഷൻ അല്ലേ, ജയിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ അത് പാടില്ല. അഖിൽ ഹുസൈൻ കളിച്ചില്ല. അതുപോലെ തന്നെ പ്രശാന്ത് വീറിനെ ഒരു ഫിനിഷർ, ഇന്നത്തെ ഒരു ഇന്നിങ്സ് നോക്കിയാൽ പ്രശാന്ത് വീറിന്റെ ഒരു ഫിനിഷർ എങ്കിൽ പിന്നെ ബോൾ ചെയ്യിക്കുന്നില്ലെങ്കിൽ പിന്നെ സർഫറാസ് ഖാൻ ആണോ ബെറ്റർ, പ്രശാന്ത് വീറാണോ ബെറ്റർ? ഇവരുടെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രശാന്ത് വീറിനെ ബോൾ ചെയ്യിക്കുന്നില്ലെങ്കിൽ വൈ നോട്ട് സർഫറാസ് ഖാൻ? എനിക്ക് എന്തായാലും അവർ കാർത്തിക് ശർമ്മയെ കളിപ്പിക്കുന്നു. അറ്റ്ലീസ്റ്റ് പ്രശാന്ത് വീറിന്റെ സ്പോട്ടിലെങ്കിലും ബോൾ ചെയ്യിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സർഫറാസ് ഇന്ന് ഖാനെ കളിപ്പിക്കുകയാണ്. എറിഞ്ഞതിനകത്തിൽ ആകെപ്പാടെ ഇച്ചിരി ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത് നൂർ അഹമ്മദ് എന്ന് പറഞ്ഞ സ്പിന്നർ മാത്രമാണ്. സ്പിന്നറാണ്. 4 ഓവർ എറിഞ്ഞിട്ട് ആകെ പുള്ളി കൺസീഡ് ചെയ്തത് ഒരൊറ്റ ബൗണ്ടറിയാണ്. അപ്പം അവിടെ എന്തുമാത്രം ഫിംഗർ സ്പിന്നേഴ്സ് 90% ഓഫ് ദ വിക്കറ്റ് ടേക്കിംഗ്, സ്പിന്നർ വിക്കറ്റ് എടുത്തതിനകത്തിലും 90% ഫിംഗർ സ്പിന്നറാണ് എന്നുള്ള സ്റ്റാറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അഖിൽ ഹുസൈൻ അവിടെ കളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ്. അവർ എനിക്ക് തോന്നുന്നു 3 ഓവർസീസിനെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി, അതെ. അത് എന്തിനാണ് അവരതങ്ങനെ ചെയ്യുന്നത്? സ്പെൻസർ ജോൺസൺ മസ്റ്റ് അഡീഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഫസ്റ്റ് ഓവർ കളി കണ്ടവർക്ക് മനസ്സിലാവും വാട്ട് സ്പെൻസർ ജോൺസൺ ക്യാൻ ഡു. അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്തു, അവർക്ക് ഉത്തരവില്ലാതായിപ്പോയി സ്പെൻസർ ജോൺസന്റെ എടുത്തിട്ട്. സോറി, അത് ഇറ്റ് വന്ന് പ്രിവ്യൂവിൽ പറയുകയും ചെയ്തു, ലൈക്ക് ആ ഒരു ഓവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു എന്ന്. പക്ഷെ പിന്നെ അവർ മൊമെൻറ്റം അവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എടുക്കാൻ പറ്റത്തില്ല. സി, ഒരു പ്ലെയർ അതായത് ചെന്നൈ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് സറണ്ടർ ആവുന്നതായിട്ട് നമ്മൾ പല കളികളിൽ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പിലത്തെ കളി മാഷ് സെക്കൻഡ് ക്ലച്ച് ആടിക്കൊണ്ട് ഇഗ്നിസ് സ്ട്രൈക്ക് ചെയ്ത കളി 25 പന്ത് 75 അടിച്ചു. അവരുടെ മറുപടി ഇല്ലാതായിപ്പോയി. ഒരു കളി ടിം ഡേവിഡ് അവർക്കെതിരെ വന്നു, മറുപടി ഇല്ലാതായിപ്പോയി. കഴിഞ്ഞ സീസണിലും അതേ കൂട്ട് തന്നെ റൊമാരിയോ ഷെപ്പേർഡ് അവർക്കെതിരെ വന്നു, മറുപടി. ഒരു
പ്ലെയർ ടേക്ക് ഓൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇവർ അടപടലം അവിടുന്ന് കളി നോക്കുന്നതായിട്ടാണ് ഒരു പുറകിലോട്ടുള്ള കളികൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി ഇന്ന് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട്. ഇന്ന് ഇത്രയും നാൾ നമ്മൾ ക്രൂസിഫൈ ചെയ്ത ഒരാളുണ്ടായിരുന്നു കാർത്തിക് ശർമ്മ. ഇന്ന് കാർത്തിക് കമ്പാരിറ്റീവ്ലി ശർമ്മ. നന്നായിട്ട് കളിച്ചു. ഈവൻ ദോ ലൈക്ക് അതിനെ രണ്ട് രീതിയിൽ പറയണം. ആദ്യത്തെ 26 പന്തിൽ പുള്ളി 29 റണ്ണ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ കളിച്ചു എന്നാണ് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്. ടോട്ടലി നല്ല രീതിയിൽ കളിച്ചോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 26 പന്തുകൾക്ക് അതെ, ശേഷം നല്ല രീതിയിൽ കളിച്ചു എന്ന് നല്ല പറയേണ്ടിയിരിക്കുന്നു. അതായത് 5 ഫോറും ഒരു 10 to 15 ഓവേഴ്സിൽ അവിടെയാണ് ചെന്നൈ രണ്ട് ടീമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. 10 to 15 ഓവേഴ്സിലാണ് ചെന്നൈ റൺസ് അടിച്ചത്. ഇവർ ഓൾറെഡി ഫസ്റ്റ് പവർ പ്ലേ തന്നെ റൺ അടിച്ചു. അവിടെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ഒരു അഗ്രസീവായിട്ട് കളിച്ചുള്ളൂ ആ ഒരു കാർത്തിക് ശർമ്മ കളിച്ച സമയത്ത്. അത് മാത്രമല്ല പുള്ളിയുടെ നത്തില് ഷോട്ട്സ് ഒക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും ഷോട്ട്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് ആണ്, പുൾ ഷോട്ട്സ്. അല്ലെങ്കിൽ ഇന്നൊരു കട്ട് ഷോട്ട് ഒക്കെ അടിച്ചത് അതായത് ഒരു പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ ആണ് പുള്ളി. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. സ്ലോ ആന്ന് പറയുമ്പോൾ പോലും ഇന്നത്തെ ഇന്നിങ്സ് ഇറ്റ് അതെ വാസ് അതെ അതെ വെരി ഇന്ന് ബ്യൂട്ടിഫുൾ. ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആ വിക്കറ്റ് പോയ സമയത്ത് ഇച്ചിരി നേരം അത് ഇത്രയും നേരം കണ്ടെയ്ൻ ചെയ്യണമായിരുന്നോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. അതിനുശേഷം പുള്ളി അതായത് 26 ബോളിന് ശേഷം പുള്ളി എക്സലൻ്റ് ആയിട്ട് കളിച്ചു, അത് പറയണം. എന്ത് പറ്റി ഈ ചെന്നൈക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ തന്നെ 28 ബോൾസ് 2 to 6 ഓവേഴ്സിന് ഇടയ്ക്കുള്ള 28 ബോൾസിനകത്തിൽ ഒള്ളി 1 ബൗണ്ടറിയാണ് വന്നിരിക്കുന്നത് ചെന്നൈക്ക് പവർ പ്ലേയിൽ. അതുകൊണ്ടാണ് അവർ 6 ഓവറിൽ 37-ന് 2 എന്നുള്ള നിലയിലേക്ക് പരുങ്ങലിലേക്കായത്. അവിടെയാണ് അവർക്ക് അടി തെറ്റിപ്പോയത്. ഇപ്പം ആദ്യത്തെ 10 ഓവർ എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ ആകെ 71 റണ്ണേ അടിച്ചിട്ടുള്ളൂ, 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് ഇപ്പുറത്താണെങ്കിൽ ഒരു 10 ഓവർ 124 കഴിഞ്ഞു. മനസ്സിലായി? അതായിരുന്നു അവരുടെ ഡിഫറൻസ്. അതൊരു ബാറ്റിംഗ് ട്രാക്ക് അവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷെ അത് ബാറ്റിംഗ് ട്രാക്ക് ആണ് എന്ന് ചെന്നൈ പ്ലേയേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി അവർ ഒരുപാട് ബോൾ കൺസ്യൂം ചെയ്തു. അതേ കാര്യം തന്നെയാണ്. ആ, അവിടെ ഒരു കാര്യം അതേ ആഡ് ചെയ്ത് പോകാൻ പറ്റുമോ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പഴയാണ്, അതായത് സഞ്ജു സാംസന്റെ ഒരു ഇന്നിങ്സിനെ പറ്റിയും കൂടെ പറഞ്ഞു പോകണം. ഇന്നൊരു വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാഡിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി ഇങ്ങനെയാണ് കളിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി വിമർശനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. സഞ്ജു സാംസൺ ഇപ്പോൾ ഗില്ല് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും, അല്ലെങ്കിൽ കെ എൽ രാഹുൽ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും, സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ പറയത്തില്ല എന്നുള്ള സ്ഥിരം ഒരു ഇതുണ്ട്. ഇന്നത്തെ ഇന്നിങ്സ് ഒരു ബിലോ ആവറേജ് ഇന്നിങ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഋതുരാജ് റണ്ണേ ബോൾ ഗെയ്ക്വാഡിന് ഒരിക്കലും ആ ഒരു ജസ്റ്റിഫൈബിൾ ഇനിഷ്യേറ്റീവ് അല്ല. ഇത് എടുക്കാൻ 20 പറ്റത്തില്ല ബോൾ എന്നുള്ളത് ഫേസ് ചെയ്തിട്ട് റണ്ണേ ബോൾ എന്ന് പറയുന്നത് ഒരു രീതിയിലും ജസ്റ്റിഫൈബിൾ അല്ല, അതും പവർ പ്ലേയിലുള്ളിൽ. ഒരിക്കലും അല്ല. അതും ഫസ്റ്റ് ഓവർ ശരിക്കും പറഞ്ഞാൽ ആദ്യം 2 ബൗണ്ടറി കണ്ടെത്തിയാണ് ഫസ്റ്റ്. ഒരു എനിക്കൊന്ന് 12 റൺസ് അടിക്കുന്ന 4 ബോളിൽ എന്താണ്. അതിനുശേഷമാണ് പിന്നീട് ഈ 20 ബോളിൽ 20 റൺസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. ഋതുരാജ് ഗെയ്ക്വാഡ് അവിടെ സ്ലോ ആയാൽ പോലും സഞ്ജു സാംസൺ ആസ് എ ബാറ്റ്സ്മാന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അഗ്രസീവായിട്ട് കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മിച്ചൽ മാർഷ് കളിച്ച പോലെ അവിടെ അഗ്രസീവായിട്ട് കളിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. സോ സഞ്ജു സാംസൺ അത് ചെയ്തില്ല എന്നുള്ളതും ചെന്നൈയുടെ ആ ഇനിഷ്യൽ പവർ പ്ലേയിൽ റണ്ണ് വരാതിരുന്നതിന് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ബ്രോ കണ്ടിന്യൂ ബ്രോ, ഞാനത് ജസ്റ്റ് ഉർവിൽ ആഡ് ചെയ്തു പട്ടേലിൻ്റെ എന്നുള്ളൂ. കാര്യം അത് പിന്നെ പറയണ്ട. ഉർവിൽ പട്ടേൽ ഇപ്പോൾ ഹൈ ഇൻറ്റൻറ്റ് ഗെയിം കളിക്കുമ്പോൾ 1 or 2 ഗെയിംസ് ഇതേ കൂട്ട് പാളിപ്പോകാം. അതിനകത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 1 day. പക്ഷേ കാർത്തിക് ശർമ്മ ഇച്ചിരിയുടെ തുടക്കത്തിൽ ഇച്ചിരി നല്ല രീതിയിൽ കളിക്കേണ്ടതായിരുന്നു. കളി മോശമായിരുന്നു. നമ്മൾ സ്കോർ കാർഡ് നോക്കുമ്പോൾ 169, ഓക്കെ, അത് നീഡ്സ് ടു ബി ഗിവൺ, അപ്രിഷിയേറ്റഡ്, നീഡ് ടു ബി ഗിവൺ വെർ ഇറ്റ്സ് ഡ്യൂ. അതിനൊന്നും ഒരു നത്തിങ് ടേക്കിംഗ് അവേ ക്രെഡിറ്റ്സ് ഫ്രം ഹിം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ആദ്യത്തെ ആ മെല്ലെപ്പോക്ക് അവരെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്തു. അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പുള്ളി ആദ്യത്തെ 26 പന്തിൽ നിന്ന് 29 റണ്ണ് മാത്രമേ കൺസീഡ് ചെയ്തുള്ളൂ, റണ്ണ് സ്കോർ ചെയ്തുള്ളൂ. മനസ്സിലായി? അവിടാണ് അവർക്ക് വലിയ പാളിച്ച പറ്റിയത്. അതേ കൂട്ട് തന്നെ ചെന്നൈക്ക് അടുത്ത പണി, രണ്ടാമത്തെ അടി കിട്ടിയത് 16 മുതൽ 18 വരെ ഓവറിൽ ഈ കാർത്തിക് ശർമ്മ ഔട്ടായ തൊട്ടു പുറകെയുള്ള 14 ബോൾസിൽ ഇവർക്ക് ബൗണ്ടറി ഇല്ല. മനസ്സിലായി? ശിവൻ ദുബെയുടെ സ്റ്റാറ്റും എടുത്ത് നോക്കുമ്പോൾ 200 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. പക്ഷേ പുള്ളി 12 റണ്ണേ ഉള്ളൂ. പുള്ളി ആദ്യത്തെ ബൗണ്ടറി അടിക്കുന്ന തീർച്ചയായും 11ാമത്തെ ബോളിലാണ്. ഫിനിഷറായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ ബൗണ്ടറി അടിക്കുന്നത് 11ാമത്തെ ബോളിലാണ്. ഒട്ടും വ്യത്യസ്തമല്ല അതെ. പ്രശാന്ത് വീറിൻ്റെ കാര്യവും. പുള്ളി 13 റൺ എടുത്തിരിക്കുന്നത് 10 ബോളിൽ നിന്നാണ്. അവിടെ തന്നെ അവരെ അതെ. ടോട്ടലി നല്ലൊരു സ്കോറിലേക്ക് എത്തുന്നതിൽ നിന്ന് ഒരുപാട് പിടിച്ച് താഴോട്ട് വലിച്ചു എന്ന് വേണം പറയാൻ. എടുത്തു പറയേണ്ട ഒരു ബോളിംഗ് പെർഫോമൻസ് ഉണ്ട് ആകാശ് സിംഗ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ്റെ. 4 ഓവറിൽ 26 റണ്ണിന് 3 എക്സെപ്ഷണൽ ബോളിംഗ്. ഇത് 4 ഓവറിൽ 26-ന് 3 എന്നുള്ളത് പുള്ളിയുടെ ഇന്നത്തെ പെർഫോമൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിലും മികച്ച ഒരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു പുള്ളി ഇന്ന് കാഴ്ചവെച്ചത്. പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ചെന്നൈ ഒതുക്കിയത്. അതിന് പുറകെ വന്ന പിന്നെ മായങ്ക് യാദവും കിടിലമായിട്ട് എറിഞ്ഞു. കിടിലായിട്ട് ഇറങ്ങി. അതെ, അതെ, വിക്കറ്റ് കിട്ടിയില്ലെന്നേ ഉള്ളൂ, സൂപ്പർവായിട്ട് ഇറങ്ങി.
ഡോട്ട് ബോൾസ് 12 മേളിൽ എന്നുള്ള ഡോട്ട് ബോൾസ് ഉണ്ട്. അതെ. ഇനി ഈ എല്ലാവരും ഈ തുണ്ടുപേപ്പറും കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു തുണ്ടുപേപ്പറും കൊണ്ട് വരണമെന്ന്, ഞാൻ മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനൊരു പേപ്പർ എടുക്കാൻ മറന്നുപോയതാണ്. എല്ലാവരും തുണ്ടുപേപ്പറുമായിട്ട് വരുവാണ്. അവിടെ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ബാറ്റിംഗ് പിച്ച്, ഇതൊരു ബാറ്റിംഗ് കണ്ടീഷനാണ്, ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം ഇവിടെ ഇപ്പം ചെന്നൈയുടെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും, കാർത്തിക് ശർമ്മ ഇടയ്ക്ക് അഗ്രസീവായിട്ട് കളിച്ചല്ലാതെ എല്ലാവരുടെയും ബാറ്റിംഗ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ശിവൻ ദുബൈയും അവസാനം 12 ബോൾ 12 വന്നിട്ട് ലാസ്റ്റ് ഓവറിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇതേ കാര്യം ഇവിടെ LSGയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻഷുൽ കമ്പോജിനെ 2 ഓവർ ഒഴിച്ചാൽ, അതായത് പൂർണ്ണനും ഇതുപോലെ തന്നെ ഈ ശിവൻ ദുബെ കളിച്ച പോലെ തന്നെ റണ്ണേ ബോൾ കളിച്ചുകൊണ്ട് വന്നിട്ട് ലാസ്റ്റ് ഓവറിൽ ആ അൻഷുൽ കമ്പോജിൻ്റെ ഓവറിന് 3 6 അടിക്കുമ്പോഴാണ് ഇപ്പോൾ പൂർണ്ണ അടിച്ചൊരു സ്കോറിലേക്ക് എത്തുന്നത്, ഇത്ര സ്ട്രൈക്ക് റേറ്റിൽ. അതുപോലെ തന്നെ മിച്ചൽ മാർഷ് ആദ്യം അടിക്കുന്നത് അൻഷുൽ കമ്പോജിൻ്റെ ആ 4 6 ഒരു ബൗണ്ടറി അടിക്കുന്ന ഓവറിലാണ് മിച്ചൽ മാർഷ്. അത് ആ അൻഷുൽ കമ്പോജിൻ്റെ ഈ ഒരു 2 ഓവേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ജോഷ് ഇംഗ്ലീസ് ആയാലും ശരി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജോഷ് ഇംഗ്ലീസും ഏകദേശം ഒരു 119 എന്താണ് ജോഷ് ഇംഗ്ലീസിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ബാക്കി എല്ലാ ബാറ്റ്സ്മാൻമാരും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എനിക്കൊരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, ബോളിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ചില ബോളേഴ്സിൻ്റെ ഇപ്പോൾ പ്രിൻസ് യാദവിന് ഒരു ഓഫ് ഡേ ആയിരുന്നു LSGയുടെ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ CSKയുടെ സൈഡിൽ നിന്ന് നമ്മുടെ അൻഷുൽ കമ്പോജിന് ഒരു ഓഫ് ഡേ എന്ന് പറയാൻ പറ്റത്തില്ല. ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അൻഷുൽ കമ്പോജിന്റെ പ്രിൻസ് യാദവിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രിൻസ് യാദവിൻ്റെ ആദ്യത്തെ 3 ഓവർ അടിപൊളിയായിരുന്നു. ആ 3 ഓവർ 20 താഴെ പുള്ളി കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ലാസ്റ്റ് ഓവറാണ് എക്സ്പെൻസീവ് ആയി പോയത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയി. കാരണം ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പുള്ളി പെട്ടുപോയതാണ് അവസാനത്തെ ഓവറിൽ അടി കിട്ടാനുണ്ടായ പ്രധാന കാര്യം. ഇതിനകത്തുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇതിലേക്ക് പിച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രാസ് ഓൺ ടോപ്പ്, റോൾഡ്, വാട്ടേർഡും ആണ്. അത് ഇനിഷ്യലി 1 to 6 ഓവേഴ്സ് ബോളിങ്ങിന് അസിസ്റ്റൻസ് കൊടുക്കുന്നല്ലാതെ പിന്നെ അതിനകത്തിൽ ബോളേഴ്സ് വലിയ റോളൊന്നും ചെയ്യാനില്ല. അത് ജനറലി അങ്ങനെ ന്യൂ ബോൾ അങ്ങനെ അസിസ്റ്റൻസ് പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ കിട്ടിയാലേ ഉള്ളൂ. ഇന്ന് അതും വലിയ കിട്ടണോ വേണ്ട എന്നുള്ളൊരു തീരുമാനം ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുന്ന് മിച്ചൽ മാഷ് കളി എടുത്തുകൊണ്ട് പോയി. മനസ്സിലായി? അതാണ് ഞാൻ പറയാം. പക്ഷേ ഇതേ കാര്യം ഞാൻ പറയാം. ഇവരെല്ലാവരും എന്താണ്, കുറച്ച് ബോൾ കഴിഞ്ഞിട്ട് ബോൾ വാസ് കമ്മിങ് നൈസ്ലി ഓൺ ടു ദ ബാറ്റ്. ഇതേ ആൾക്കാർ തന്നെയാണ് പിന്നെ സ്കോർ ചെയ്തത്. മനസ്സിലായി? ഇപ്പോൾ ഇനിഷ്യലി ഇപ്പോൾ നിക്കോളസ് പൂറിൻ്റെ കാര്യം എൻ്റെ ഡിഫറൻ്റ് ആണ്. നിക്കോളസ് പൂറിന് ഈ ടൂർണമെൻറ്റിൻ്റെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അത് മാറ്റി നിർത്താം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പം ഈ അതേ കൂട്ട് ജോഷ് ഇംഗ്ലീസിന് പറ്റിയത് കാരണം സ്പെൻസർ ജോൺസണിൻ്റെ ഏറ് കിട്ടി. ആ ഏറ് കിട്ടിയോടെ തന്നെ പുള്ളിയുടെ കിളി പോയി. അവിടുന്ന് പതിവില്ലാതെ ആം ഗാർഡ് ഇട്ട് കളിച്ചു. പിന്നെ പുള്ളിയുടെ സ്റ്റാൻഡ്സിൽ അപ്പം പോലെ ചേഞ്ചസ് ഉണ്ടായി. പുള്ളിയുടെ എതിരെ ഷോർട്ട് ബോൾ എറിയാനൊന്നും പറ്റത്തില്ല. പുള്ളി ചുമ്മാ സിംഗിൾ ഇട്ട് മാറിക്കൊടുക്കും. അപ്പുറത്തൊരു സ്പെക്ടേറ്ററായിട്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ കളിയിൽ ഈ മിച്ചൽ മാഷ് എന്ത് ചെയ്തോ അത് ഈ കളി ജോഷ് ഇംഗ്ലീസ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. കാരണം അവിടുന്ന് ഒരാൾ 207 സ്ട്രൈക്കിൽ അടിക്കുമ്പം ഇവിടുന്നൂടെ ഒരു ഇൻറ്റൻറ്റ് കാണിക്കണ്ട, പിന്നെ പുള്ളിക്ക് ഇന്നൊരു ഓഫ് ഡേ ആണ് എന്നുള്ള രീതിയിലേ പുള്ളിയും കണ്ട് കാണത്തുള്ളൂ. പക്ഷേ ഇതിനകത്തിൽ പറ്റിപ്പോയത് പ്ലാൻ ബി ഒന്നും ഒരു കാര്യമില്ലാത്ത രീതിയിലുള്ള ഒരു എക്സിക്യൂഷനിലേക്ക് പോയതാണ് ഇവർക്ക് പണി പാളിയത്. അതിനകത്ത് എനിക്ക് എൻ്റെ ഒരു ആർഗ്യുമെന്റ് സാധൂകരിക്കാൻ വേണ്ടി ഒരു പോയിന്റുകളുണ്ട്. അതായത് മിഡിൽ ഓവേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടീമിൻ്റെ മിഡിൽ ഓവേഴ്സ് വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഈവൻ പവർ പ്ലേയിൽ റൺ അടിച്ച LSG പോലും പിന്നീട് വരുന്നത് ഒരു 10 റൺസിനകത്ത് അടിക്കുന്ന രീതിയിൽ കുറേ ഓവേഴ്സ് വരുന്നുണ്ട്. അതായത് 9, 10, 11 ഓവർ, 12 ഓവറൊക്കെ 7 റൺസ്, പിന്നെ 13ാമത്തെ ഓവർ 2 റൺസ്, 14ാമത്തെ ഓവർ 8 റൺസ്, അങ്ങനെ ആ രീതിയിൽ ഒരു മിഡിൽ ഓവേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് നല്ല രീതിയിൽ ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഫേസിലാണ് നൂർ അഹമ്മദ് എറിയുന്നത് 4 ഓവർ. നൂർ അഹമ്മദ് എങ്ങനെയാണ് എറിഞ്ഞത്? അതായത് എന്തായിരുന്നു സ്പിന്നേഴ്സിനെ ഇവർ ടേക്ക് ഡൗൺ ചെയ്യും ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാര്യം? റോക്ക് ദ ബാക്ക് ഫുട്ട്, പുൾ ഷോട്ട്. അങ്ങനെ ഒരു അടി കിട്ടി നൂർ അഹമ്മദിന്, ഒരു 6 കിട്ടി. അതിനുശേഷം പുള്ളി ഒരു ഒറ്റ ബോളൂടെ ഫ്ലാറ്റ് 6. അതിനുശേഷം പുള്ളി ഒരു ഒറ്റ ബോളൂടെ അതിന് വെച്ച് കൊടുത്തിട്ടില്ല. പുള്ളി ഇന്ന് ത്രൂ ഔട്ട് ഗൂഗിളിയാണ് എറിഞ്ഞത്, ടേക്കിംഗ് എവേ ഫ്രം ദ ബാറ്റ്സ്മാൻ. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഈ ടോട്ടലി ഇത് നോക്കുമ്പോൾ ആ ഒരു ഫേസിൽ അടി വീണില്ല. കാരണം പുള്ളിയുടെ കാര്യം വളരെ വെടുപ്പായിട്ട് ചെയ്തു. മനസ്സിലായി? അതുകൊണ്ടാണ് ശരിക്കും ആ ഫേസിൽ LSGക്ക് മുകേഷ് ചൗധരിയും നന്നായിട്ട് അറിഞ്ഞു. മുകേഷ് ചൗധരിയുടെ അത്ര എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ തന്നെ അറിഞ്ഞു. ഈവൻ വിക്കറ്റ് വിട്ട് 2 വിക്കറ്റ് അടുപ്പിച്ച് ഒരു ഓവറിൽ വിട്ടു പുള്ളി. അതായത് അവർ ഔട്ടായില്ലായിരുന്നുണ്ടെങ്കിൽ, ആ ഒരു ക്യാച്ചും ആ ഒരു റൺഔട്ടും ഉണ്ടായില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു 3 ഓവർ മുമ്പേ അവർ കളി ജയിച്ച് പോയനായിരുന്നു. മനസ്സിലായി? പെട്ടെന്ന് 2 വിക്കറ്റ് പോയപ്പോഴുള്ളൊരു ബ്രേക്ക് വീണു എന്നുള്ളേ ഉള്ളൂ. പിന്നെയും ഇവരും ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തു ഇന്ന്. അതും പറയണം, LSG നിന്ന് ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തു. ടോട്ടൽ ബാറ്റ് അബ്ദുൾ സമദിനെ കയറ്റി വിടാൻ നോക്കി, മുകുൾ ചൗധരിയെ കയറ്റി വിടാൻ നോക്കി. മനസ്സിലായി? അവിടെ പൊതുവെ മാർക്കറും നേരത്തെ പറഞ്ഞ ചേഞ്ചസ് അവർ ചെയ്തു കേട്ടോ. അവർ പോസിറ്റീവുള്ള ചേഞ്ചസ് ചെയ്തു. ഒന്ന് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും അവരത് മറ്റേ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ മിഡിൽ ഓർഡറിൽ നിന്ന് അവർ മാറ്റി.
അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു. അത് മാത്രമല്ല ബാക്കി നമുക്ക് ഓൾറെഡി നമ്മൾ പ്രിവ്യൂലും പറഞ്ഞാണ്, ഈ ടോപ്പ് 4 ഇതായി കഴിഞ്ഞാൽ, കത്തിക്കഴിഞ്ഞാൽ LSG ഇനി ഏത് ടീമായാലും ഏത് കൊമ്പറ്റ് ടീമായാലും വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ലാസ്റ്റ് സീസൺ ആയപ്പോഴത്തേക്ക്, സീസണിൻ്റെ എൻഡ് ആയപ്പോഴത്തേക്ക് ഇവർ ഫോമിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചെന്നൈ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരടിച്ച സ്കോറും ഒരു ഭയങ്കര കുറഞ്ഞ സ്കോറാണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് സാഹചര്യത്തിന്റെ ഇതുപോലെ ഇവൻ ബൈസൺ ഇടിച്ചിട്ട് പോയെന്ന് കൂട്ടിയാൽ മതി. ഒരു കാളക്കൂട്ടിന് ഇന്ന് ഇടിച്ചിട്ട് പോകുന്ന പോക്കിൽ പോയി. ഇന്ന് ഒരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നെറ്റ് റൺ റേറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പല ആവർത്തി പല കളിക്കാരുടെ പല ഇന്നിങ്സിനെയും പറയാനുണ്ടായ കാര്യം ഇതാണ്. ഇപ്പം കിട്ടിയൊരു അടി അത് മുന്നിട്ട് കാണണമായിരുന്നു. മനസ്സിലായി? അതായത് ഇനിയും 2 കളി ജയിച്ചു കഴിഞ്ഞാലും ചെന്നൈക്ക് നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്ക് നോക്കേണ്ടി വരും. മനസ്സിലായി? ഇതാ മാഷൂടെ നേരത്തെ ഔട്ടായില്ലായിരുന്നെങ്കിൽ നെറ്റ് റൺ റേറ്റ് പടല ചെന്നൈയുടെ അവർ കൊണ്ടുപോയനായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു ഇനിയിപ്പോ അടിയാണ്. ഇന്ന് RRന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ചെന്നൈ കാര്യങ്ങൾ. RRന് അതെ ഇനിയിപ്പോ അതെ ഇപ്പൊ ഓൾറെഡി RRന് 11 കളിയായിട്ടുള്ളൂ. 6 ജയമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് 12 ഇന്ന് കളിയായി, 6 ജയമേ ഉള്ളൂ. അപ്പൊ ഒരു കളി RRന് ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർ ഹെഡ് ആവും. അത് കയ്യിലിരുന്ന സാധനം കൊടുത്തതാണ് ഇപ്പോൾ. ഇന്ന് രസകരമായ ഒരു സംഭവം നടന്നു. ഈ പറഞ്ഞിട്ട് കമ്പോജിൻ്റെ സൈഡിൽ നിന്ന് 2.4 ഓവേഴ്സിൽ പുള്ളി 63 റൺസ്, അതിൽ 11 ബൗണ്ടറീസ് ഔട്ട് ഓഫ് 16 ബോൾസ്. ബൗണ്ടറി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 68.33 ആണ്. ഇതിനും മണ്ടയ്ക്കോട്ടാകെ 3 ഒറ്റ 7 തവണയേ 6. ഉണ്ടായിട്ടുള്ളൂ IPL. അത് 84% ആണ് ബൗണ്ടറി. അത് അന്ന് വാഷിങ്ടൺ സുന്ദറാണ് എറിഞ്ഞത്. 12 ബോളിൽ 10 ബൗണ്ടറി കൊടുത്തു DCക്കെതിരെ 2004. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വേസ്റ്റ് അല്ലെ ഹയസ്റ്റ് ബൗണ്ടറി പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഇതാണ്. അതേകൊണ്ട് തന്നെ മറ്റൊരു റെക്കോർഡ് കിട്ടു. 2 ഓവറിൽ തുടർച്ചയായി വന്ന് 4 6 കണ്ടിന്യൂസ്ലി കൺസീഡ് ചെയ്യുന്ന ഒരു ബോളർ എന്നുള്ള റെക്കോർഡും അൻഷുൽ കമ്പോജിന് സ്വന്തമാക്കി. ഇത്രയും നാളും അവർക്ക് ബ്രേക്ക് ത്രൂ കൊടുത്തുകൊണ്ടിരുന്ന, നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്ന ബോളർ തന്നെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നിട്ട് പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് ഡേ എന്നൊന്നും പറഞ്ഞ് അത് അതെ ഓഫ് ഇല്ലല്ല, ഡേ ഗൈഡ് എന്നൊന്നും ചെയ്യാൻ പറഞ്ഞ് ഇതിനെ ഒരാള് ഡിഫെൻഡ് ചെയ്യാൻ അതില്ല പറ്റത്തില്ല. എന്നുള്ളത് ഒരു കേസ്. ഹി വാസ് നോട്ട് ഈവൻ ട്രൈങ് എ ഡിഫറെൻറ്റ് ബോൾ. ഒരു സ്ലോ ബോളോ ഒരു യോർക്കറോ അല്ലെ ഒരു വൈഡ് സ്ലോ ബോളോ ഒന്നും ചെയ്യുന്നില്ല. ഒന്നാമത് നല്ല മൂവ്മെന്റ് ഒന്നും പുള്ളി കിട്ടുന്നില്ല. മൂവ്മെന്റ് കിട്ടണമെങ്കിൽ ഫുള്ളർ ലെങ്ത് എറിയണം. ഷോർട്ട് ബോൾ എറിഞ്ഞിട്ട് മൂവ്മെന്റ് പ്രതീക്ഷിക്കാനും പറ്റില്ല. പേസ് ഇല്ല പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നാൽ മതി. ഇഷ്ടം പോലെ ടൈമുണ്ട് മിച്ചൽ മാർഷിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ഓവർ വന്നിട്ട് പുള്ളി അത് മാറ്റിയിട്ട് ഫുള്ളർ ലെങ്ത്, പൂർണ്ണ ഫുള്ളർ ലെങ്ത് എറിഞ്ഞോണ്ട് അതിനും അടി കിട്ടി. അയ്യോ ഒന്നും വേണ്ട. എന്തായാലും ഇന്ന് ചെന്നൈയുടെ ഒരു കഷ്ടകാലം ക്യാച്ച് എന്ന് ഡ്രോപ്പ് പറഞ്ഞാൽ ചെയ്തത് സഞ്ജു എങ്ങനെ ചിരി അടിച്ചു പിടിച്ച് നിന്നു എന്ന് എനിക്ക് അത്ഭുതമായിപ്പോയി. ആ പ്രശാന്ത് വീർ സെക്കൻഡ് ലാസ്റ്റ് ആണോ 3rd 6. ലാസ്റ്റ് മറ്റേ പ്രശാന്ത് അല്ല, കാർത്തിക് ശർമ്മ കാർത്തിക് ശർമ്മ സോറി. ബൗണ്ടറി ലൈനിൽ വന്നിട്ട്. പ്രശാന്ത്, എനിക്കിപ്പോൾ ചെന്നൈയുടെ ഒരു ബേസിക് നമ്മൾ ടോട്ടലി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ചെന്നൈയുടെ ഇന്നത്തെ പരാജയത്തിൻ്റെ റീസൺ അവരുടെ പ്ലേയിങ് ഇലവൻ, അവർ തന്നെ ടാക്ടിക്കലി ഉണ്ടാക്കിയ മിസ്റ്റേക്സ്, ക്യാപ്റ്റൻ ഋതുരാജിൻ്റെ ഒരു കഴിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു മിച്ചൽ മാർഷിൻ്റെ ഒരു ബുൾഡോസിങ്. ഈ 3 റീസൺ കൊണ്ട് അവർ തോറ്റുന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. LSG ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ LSG എங்கേയോ പോകേണ്ട ടീമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ 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 ഇനിയും ചെന്നൈക്ക് അങ്ങോട്ട് എളുപ്പമല്ല കാര്യങ്ങൾ. 2 കളി ജയിച്ചാൽ മാത്രം പോരാ, 2 കളിയിലും നല്ല നെറ്റ് റൺ റേറ്റോട് കൂടി ജയിക്കണം എന്നുള്ളതും ചെന്നൈയെ സംബന്ധിച്ച് വലിയ ചലഞ്ചാണ്. ഇനിയും ചെന്നൈക്ക് നെറ്റ് റൺ റേറ്റിന് കളിക്കാം. കഴിഞ്ഞ കളികളൊക്കെ അവരുടെ കോച്ച് എന്ന് പറഞ്ഞു ഞങ്ങൾ നെറ്റ് റൺ റേറ്റിനല്ല കളിക്കുന്നത്. ഇനി കളിച്ചേ പറ്റുമല്ലോ. അടുത്തത് SRH ആയിട്ടാണ്. SRH ആയിട്ട് കളിച്ചിട്ട് നെറ്റ് റൺ റേറ്റ് നേടിയ കേസ് തന്നെ. അതാണ് അടുത്ത കളി. അപ്പോൾ അത് മൊത്തത്തിൽ കഴിഞ്ഞിട്ട് പണിയാണ് GT ആയിട്ട് വരുന്നത്. GT-യിൽ അതെ, ഗുജറാത്തിൽ പണി. അപ്പോൾ മൊത്തത്തിൽ പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ളതാണ് ചെന്നൈയുടെ സീൻ. ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കളി പിടിക്കായിരുന്നു. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു പ്ലേയിങ് ലോണിലൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തില്ലാതെ ഞാൻ പൂർണ്ണമായിട്ട് ചെന്നൈ ഡിഫെൻഡ് ചെയ്തേനെ. പക്ഷേ അവരുടെ അക്കീൽ ഹുസൈനെ ഒന്നും കളിപ്പിക്കായിരുന്നുണ്ട്. പ്രശാന്ത് വീറിനെ കൊണ്ടുവന്നിട്ട് ഒരു ഫിനിഷറായിട്ട് എന്തിനാ 14 കോടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഫിറ്റിൻ ചെയ്യാൻ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നൊരു 30 റണ്ണിന്റെ ഗ്യാപ്പിൽ 100% ജയിച്ചിരുന്നെങ്കിൽ സർഫ്രാസ് ഖാൻ. ഇന്നൊരു 30 റണ്ണിന്റെ ഗ്യാപ്പിന് ജയിച്ചിരുന്നെങ്കിൽ അവർ 3ാമതായേനെ ചെന്നൈ. അതെ, കയ്യിലിരുന്ന സാധനം. പ്രത്യേകിച്ച് സർഫ്രാസ് ഖാനെ കളിപ്പിക്കാത്ത കാര്യത്തിൽ അവർ ഇത് ഡിസർവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിലും ഒരു സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പ്രശാന്ത് വീറിനെ കളിപ്പിച്ചിട്ട് ബോളിങ്ങും കൊടുക്കാതിരുന്നിട്ട് സർഫ്രാസ് ഖാനെ കളിപ്പിക്കുക ഇറ്റ്സ് എ ക്രൈം. സോ ഈ പരാജയം ചെന്നൈ ഡിസർവ് ചെയ്യുന്നുള്ളതാണ് ഫൈനൽ വേർഡിക്റ്റ്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ്. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണ്ടോ ബ്രോ?
ദാറ്റ് ഈസ് ഇറ്റ്. ഇത് ഇപ്പോൾ ഒരു ബുൾഡോസർ ഒന്നും ഇടിച്ച കളികളൊന്നും പ്രത്യേകിച്ച് പോയിന്റ് ഉണ്ടാകത്തില്ല. ബുൾഡോസർ ഒന്ന് ഇടിച്ചോണ്ട് പോയി, കുത്തിയിട്ട് ഒരു അത്രേ ഉള്ളൂ. കാളക്കൂറ്റം വന്നിട്ട് കുത്തിയിട്ടിട്ട് പോയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ. നേരത്തെ ബ്രോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പങ്കുവെക്കുക. അത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ അരുൺ ബ്രോയും ഞാൻ ഒത്തുകൂടുന്നവരെ ബൈ.